Please mark your attendance and take your text. Page number 190, 190. So we completed our sixth portion, Home Sweet Home, in our previous class, and we also done it activity. Then some of the enrichment activities are there. Activities F, we have these things in our house, complete their names. Okay. നിങ്ങളുടെ homework ആയിട്ട് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് enrichment activities. ഇനി അതിൽ ലിസ്റ്റ് തരാനുള്ളത് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്ന് തന്നെ തരാം നിങ്ങൾക്ക്. 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. Then do and learn enrichment activities. Look at there. Activities F, we already done it. We have the things in our house. Complete their names. First one, it keeps us cool. What is the answer? It keeps us cool. What is the answer, Kashina? എന്താണ് കാശിനാഥേന്റെ ആൻസർ? It keeps us cool. നമ്മളെ എപ്പോഴും കൂൾ ആയിട്ട് അല്ലെ, നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. എന്താ അത്? എ ആണ് അതിന്റെ മിഡിലുള്ള ലെറ്റർ. ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററുമാണ് നമ്മൾ ഇനി ഫില്ല് ചെയ്യേണ്ടത്. വാട്ട് ഇസ് ദാറ്റ്? നമ്മള് നന്നായിട്ട് ഇതാ ചോദിക്കുന്നത്. എഫ് FAN, fan. Okay, fan ആണ് അതിന്റെ ആൻസർ. FAN, fan. Then second one, we sleep on it. We sleep on it. What is the answer, Lord? We sleep on it. എന്താണ്? Bed. Bed. Okay, bed. BED, bed. And third one, we sit on it. Where we sit on it. What is the answer, Lakshmi? Lakshmi Abhilash. We sit on it. Chair. Chair. Okay, chair. 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 Okay, we sit on it. So first one is fan, second one is bed, and the third one is chair. And then last, next activity, activity G. Make a photo frame with the ice cream spoon. നിങ്ങൾ ചെയ്യണം കേട്ടോ. ഈ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. Collect some ice cream spoons. Color them with the crayons. First step is collect some ice cream spoons. What is ice cream spoons? അറിയാമല്ലോ ice cream spoon എന്താണ്? നമ്മള് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുമ്പോ അത് കഴിക്കാൻ വേണ്ടി ഒരു സ്പൂണ് കിട്ടും അല്ലേ? കണ്ടിട്ടില്ലേ അത്? ഐസ്ക്രീം സ്പൂണ്. ഐസ്ക്രീം സ്പൂൺ ഉണ്ട്, ഐസ് സ്റ്റിക്ക് ഒക്കെ ഇല്ലേ? കണ്ടിട്ടുണ്ട് നിങ്ങളത്? സോ ഇങ്ങനത്തെ കുറച്ച് ഐസ്ക്രീം സ്പൂൺസ് കളക്ട് ചെയ്യുക. ചിലപ്പോ നിങ്ങളുടെ അടുത്ത് കളക്ട് ചെയ്ത് വെച്ചത് ഉണ്ടാവും അല്ലെ? നിങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടിയത് ചിലപ്പോ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇല്ല എങ്കിൽ എന്ത് ചെയ്യാ? കുറച്ച് ഐസ്ക്രീം സ്പൂൺ എവിടെയെങ്കിലും ഒക്കെ കളക്ട് ചെയ്യാം അല്ലെ? ചിലപ്പോ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ? കുറച്ച് വാങ്ങിക്കുക അല്ലെ? ഐസ്ക്രീം സ്പൂൺ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം? കളർ വിത്ത് ക്രയോൺസ്. ക്രയോൺസ് കൊണ്ടോ എന്തെങ്കിലും വാട്ടർ കളറോ എന്തെങ്കിലും വെച്ചിട്ട് ആ സ്പൂൺ എന്ത് ചെയ്യാ? കളർ ചെയ്യാം. എന്നിട്ടോ ടേക്ക് എ ഫോട്ടോഗ്രാഫ് ഓൺ പേപ്പർ. ഒന്നുകിൽ നിങ്ങൾക്ക് പേപ്പറിൽ എന്ത് ചെയ്യാം? ഏതെങ്കിലും നല്ല ഫോട്ടോ വെട്ടിയെടുത്തിട്ട് ഒട്ടിക്കാം. വരയ്ക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം? നന്നായിട്ടൊരു പിക്ചർ വരയ്ക്കുക. ഏതെങ്കിലും ഒരു സീനറി വരച്ചിട്ട് ആസ്ക് ആൻ അഡൾട്ട് ടു കട്ട് ദ പേപ്പർ അലോങ് ദ ഫോട്ടോഗ്രാഫ്. എന്ത് ചെയ്യാം? നിങ്ങളുടെ പേരൻസിനോടോ മറ്റോ അതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി തരാൻ പറയാം അല്ലെ? ഈ പേപ്പർ എന്താണ്? ഫോട്ടോഗ്രാഫ് പേപ്പറിൽ ഒട്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കണം അല്ലെ? കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഒട്ടിച്ച് വെക്കാം. Place the spoons along the sides.
എന്നിട്ട് ആ പിക്ചേഴ്സിന്റെ സൈഡില് ഈ സ്പൂൺ നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. യുവർ ഫോട്ടോ ഫ്രെയിം ഇസ് റെഡി. നിങ്ങളുടെ ഫോട്ടോ ഫ്രെയിം റെഡിയായി. എങ്ങനെ ചെയ്യാ? ഫോട്ടോ ഒന്നുകിൽ വരക്കുക, വരച്ചിട്ട് നല്ല കട്ടിയുള്ള ഒരു പേപ്പറിൽ അത് ഒട്ടിക്കുക, ഒരു ഹാർഡ് ബോർഡിലോ എവിടെയെങ്കിലും ഇത് നല്ല ഭംഗിയാക്കി ഒട്ടിക്കുക. എന്നിട്ട് അതിന്റെ സൈഡ് മുഴുവൻ എന്ത് ചെയ്യാ? നമ്മള് ഈ ഐസ്ക്രീമിന്റെ സ്പൂൺ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കുക. ഈ പിക്ചറിൽ കാണുന്നത് പോലെ. മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? എന്നിട്ട് ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ട് എന്ത് ചെയ്യാ? മിസ്സിന് അതിന്റെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തരിക. എന്നിട്ട് ഇത് നിങ്ങളുടെ വീട്ടില് നല്ല ഭംഗിയായിട്ട് ആളുകളൊക്കെ വരുമ്പോ കാണുന്നെടുത്ത് ഷോക്കേസിലോ മറ്റോ വെക്കുക. ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ചെയ്യാൻ പറ്റില്ലേ? യെസ്, നന്നായിട്ട് പിക്ചേഴ്സ് വരക്കുക. വരക്കുന്നതെങ്കിൽ വരക്കുക, ഇല്ല എങ്കിൽ നല്ല പിക്ചർ എവിടെന്നെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ തന്നെ വരക്കുന്നതാണ് ഇത്തിരി കൂടെ നല്ലതല്ലേ? നമ്മുടെ എന്താണ്, നമുക്ക് അറിയുന്നത് പോലെ നമ്മൾ തന്നെ മാക്സിമം പിക്ചർ വരച്ചിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ഫോട്ടോ ഫ്രെയിം ആക്കാം. ഓക്കെ, then the next activity is write your name, phone number and address below. Here is the picture of a home. ഇവിടെ ഒരു വീടിന്റെ പിക്ചർ ഉള്ളത് അല്ലേ? നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം? റൈറ്റ് യുവർ നെയിം, ഫോൺ നമ്പർ ആൻഡ് അഡ്രസ്. ഇതിൽ നിങ്ങളുടെ പേര്, നെയിം എന്നവിടെ ഒരു ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. നെയിം, അവിടെ യുവർ നെയിം, റൈറ്റ് യുവർ നെയിം ആൻഡ് ഹോം ഫോൺ നമ്പർ. ദി നെക്സ്റ്റ് വൺ ഈസ് യുവർ ഫോൺ നമ്പർ, യുവർ ഹോം ഫോൺ നമ്പർ. നിങ്ങളുടെ വീട്ടില് വിളിച്ചാൽ നിങ്ങളെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ. വാട്ട് ഇസ് നൈജൽ? എന്താണ്? എന്താണ് നൈജൽ? പ്ലീസ് അൺമ്യൂട്ട്. Miss, page number. Page number 190 and 191. Okay. So write your name, phone number and address below. Yes, field to write your name, home phone number and then mother's, father's mobile number. അച്ഛന്റെ അമ്മയുടെയോ മൊബൈൽ നമ്പർ എഴുതുക. And your address is right here. എന്തൊക്കെ ചെയ്യണം? Your name, your phone number, your father or your mother's number and your address. Okay, ഇതിൽ എഴുതി വെക്കാം ഈ ഫോം എന്നുള്ളതില്. Okay. And the next one, value. And last one, look at the two cupboards. Which one do you like? Why? Here is a picture of two cupboards, picture A and B. And which cupboard do you like? Why? ഇവിടെ രണ്ട് കബോർഡിന്റെ പിക്ചേഴ്സ് ഉണ്ട്, രണ്ട് ഷെൽഫ് ഉണ്ട് അല്ലെ? രണ്ട് കബോർഡിന്റെ പിക്ചേഴ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് കബോർഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? Which one do you like? Which cupboard do you like? Diona, Diona, please unmute. Unmute ചെയ്ത് മോളെ. Okay. Look at the two cupboards. Here is a picture of two cupboards. And which one do you like? ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? Why? എന്തുകൊണ്ടാണ്? ഈ രണ്ട് പിക്ചറിൽ ഏതാ മോളെ ഡിയോണയ്ക്ക് ഇഷ്ടപ്പെട്ടത്? A and B. 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 Why? എന്തുകൊണ്ടാണ് B ഇഷ്ടപ്പെട്ടത്? Yes, അത് നല്ല നീറ്റ് ആയി വെച്ചിട്ടുണ്ടല്ലേ? നല്ല നീറ്റ് ആയിട്ട് തുണിയൊക്കെ നന്നായി ഫോൾഡ് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടല്ലേ? സോ I like cupboard B എന്നതിന്റെ താഴെ എഴുതുക. I like cupboard B. Okay, cupboard B ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലേ? ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? എല്ലാവരും നിങ്ങളുടെ കബോർഡ് സൂക്ഷിക്കാൻ അല്ലേ? എന്ത് ചെയ്യണം? നല്ല നീറ്റ് ആക്കിയിട്ട് തുണിയൊക്കെ നല്ല ക്ലീൻ ആക്കി നല്ല നീറ്റ് ആക്കി വെക്കുക അല്ലെ? സോ ഐ ലൈക്ക് കബോർഡ് ബി. ഓക്കെ, കബോർഡ് എ ആണ് ഇഷ്ടമെങ്കിൽ എ എന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ബി ആണ് ഇഷ്ടമെങ്കിൽ ബി എഴുതാം. ബി ആണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അല്ലേ? ഇറ്റ് ഈസ് വെരി നീറ്റ്. ഓക്കെ, സോ ഇതിന്റെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മിസ് തരാം കേട്ടോ. ഇന്ന് തന്നെ നമുക്കിനി കുറച്ച് സ്പീഡിൽ പോകേണ്ടതുണ്ട് കേട്ടോ.
നമുക്ക് കുറച്ച് പോർഷൻസ് തീരാനുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് മുമ്പായിട്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ കുറച്ച് സ്പീഡില് പോകേണ്ടി വരും കേട്ടോ. മനസ്സിലാകുന്നില്ല എങ്കിൽ മിസ്സിനോട് പറയാം. മിസ് വളരെ പതുക്കെ പതുക്കെ വന്നുകൊണ്ടാണ് നമുക്ക് തീരാനിപ്പോ ബാക്കിയായത്. എന്ത് ചെയ്യാ, കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ നമുക്ക്. മനസ്സിലാകുന്നില്ല എങ്കിൽ മിസ്സിന് ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, മിസ്സിനെ കോണ്ടാക്ട് ചെയ്യാം. മിസ് തരുന്ന യൂട്യൂബ് ലിങ്ക് ഒന്നുകൂടെ കാണുക. എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ മിസ്സിനെ ഫോൺ ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും മിസ്സിനെ വിളിക്കാറുണ്ടോ ഡൗട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മനസ്സിലാകാത്തതോ ഉണ്ടെങ്കിൽ മിസ്സിനെ എപ്പോഴായാലും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്യാം. സോ we are going to start our 7th portion. Are you ready? നിങ്ങൾക്ക് 6th portion clear ആയോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? Your 6th portion, what is your home sweet home? വളരെ ചെറിയ പോർഷൻ ആണ് അല്ലേ? In that portion we have discussed about the importance of house, okay, and the main rooms in the house. Two main topics, importance of house and main rooms in the house we discussed and we studied in this portion, home sweet home. And your 7th portion is about your classroom, okay, about your school. And your 7th portion is my school is your 7th portion, okay. Are you ready to start our next portion? Okay, fine. And page number 192. Then അതിനു മുമ്പ് ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്ത എത്ര പേരുണ്ട്? Let me know. എത്ര പേരുണ്ട്? ഭവിക ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഭവിക, മസ്ലബ, ഇഷാൻ, ലക്ഷ്മി, കാശിനാഥ് ചെയ്തിട്ടില്ലേ മോനെ? Yes, okay. Alsab, Alon, yes. Aromel, Adon Joseph, Vaishnav PU, class test attend ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? Yes or no? Yes. Arjun ചെയ്തിട്ടുണ്ട്, പ്രിയങ്ക ചെയ്തിട്ടുണ്ട്, അന്ന ഗ്രേസ് ചെയ്തിട്ടുണ്ട്, പാർവണ, yes. ആൽബർട്ട് ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ? Yes or no? Yes, okay. മിസ്സിന് ഓർമ്മയില്ലാത്തോണ്ടാണ് കേട്ടോ മിസ് ഓരോരുത്തരോട് ചോദിക്കുന്നത്. അബ്ദുൾ ഹാദി യെസ് ചെയ്തിട്ടുണ്ട്. ഷൻസ ഫാത്തിമ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. ഹെസ ചെയ്തിട്ടുണ്ടോ? ഹെസ യെസ് ഓർ നോ? ഷോ മീ യുവർ തംബ്. യെസ്. ധനലക്ഷ്മി ചെയ്തിട്ടുണ്ടല്ലോ? യെസ്. സിദ്ധാർത്ഥ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഐ റിമെമ്പർ. ദെൻ ഹസൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നസീം പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ? യെസ്. സയാൻ ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ലേ? സയാൻ yes or no? show me your thumb. നിങ്ങൾ മ്യൂട്ടാണ്, പറഞ്ഞാ മിസ്സിന് കേൾക്കില്ല. തമ്പ് കാണിക്കാം ഒന്ന്. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? സയാൻ yes or no? സയാൻ please show me your thumb. ചെയ്തിട്ടുണ്ടോ സയാൻ? പ്ലീസ് അൺമ്യൂട്ട്. ക്ലാസ് ടെസ്റ്റ് ചെയ്തിട്ടില്ലേ? അറ്റൻഡ് ചെയ്തിട്ടില്ലേ? യെസ്. ദെൻ ആൻഡ്രോസ് ചെയ്തിട്ടുണ്ട്, ഗാത്രി ചെയ്തിട്ടുണ്ട്. ക്ലാസ് അറ്റൻഡ്. ദെൻ ഏഞ്ചല്, അമ്ന ഫാത്തിമ ചെയ്തിട്ടില്ലേ മോളെ? യെസ് ഉണ്ടല്ലോ. യെസ്. അവേദ്യ യെസ് ചെയ്തിട്ടുണ്ട്. ഗൗരി നന്ദ ചെയ്തിട്ടുണ്ട്. ദൃശ്യ ചെയ്തിട്ടുണ്ട്. ആദിനാഥ് ചെയ്തിട്ടുണ്ട്. ഡിയോണ ചെയ്തിട്ടില്ലേ മോളെ? യെസ്. ഗോഡ്വിൻ ചെയ്തിട്ടില്ലേ? യെസ്.
യെസ് ശ്രീഷ്ണ ചെയ്തിട്ടുണ്ട്. ഗാത്രി പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. ജസ്വൽ ചെയ്തിട്ടുണ്ട്. ധ്യാൻ ചെയ്തിട്ടില്ലേ ധ്യാൻ? യെസ് യെസ് ദേവപ്രിയ ചെയ്തിട്ടുണ്ട്. നൈജൽ ചെയ്തിട്ടുണ്ട്. ഋതുദേവ് ചെയ്തിട്ടുണ്ടല്ലോ ഋതുദേവ്. യെസ് യെസ് ഓക്കെ ഓക്കെ ക്രിസ്റ്റോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് അല്ലേ? ഓക്കെ ഏഞ്ചൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ പ്രിയങ്ക ലിസൺ. Then we are going to start our new portion, my school. Okay. We are going to start. Write the first letter of the names of those pictures. Okay. ആദ്യം എന്താണ് കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. We write the first letter of the names of the pictures. ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഒരു വേർഡ് കിട്ടും അല്ലേ? എന്താണ്? ഫസ്റ്റ് വൺ spoon. S. S. And second one, what is that? Cow. Cow. Write C. Asab എഴുതുന്നില്ലേ? Asab. SCI അല്ലേ? Next one is, what is that in the third picture? What is that? എന്താണ് അർജുൻ? Third picture. First one spoon, second one cow, third one എന്താണ്? മൂന്നാമത്തെ ചിത്രം എന്താണ് അർജുനെ? ഏതാണ് third picture? Spoon, cow, hen. Yes, yes, hen. So H എഴുതണം അല്ലേ? നെക്സ്റ്റ് വൺ ഓനിയൻ. O. XCHO. നെക്സ്റ്റ് വൺ again O. All ആണല്ലേ? അപ്പൊ എന്ത് എഴുതുക? വീണ്ടും O എഴുതുക. ലാസ്റ്റ് വൺ എന്താണ്? lamb. So right L. എന്താണ്? എന്ത് വേർഡാണ് ഇപ്പൊ കിട്ടിയത്? എന്ത് വേർഡാ ഇപ്പൊ കിട്ടിയത്? SCHOOL. സ്കൂൾ എന്നായി അല്ലേ? സ്കൂൾ എന്നല്ലേ ഉള്ളത് ഇപ്പോ? സ്കൂൾ. SCHOOL. Then we are going to start. Look at your text. Hello, I am Sudha. I study in new public school. I have many friends in school. All of us wear a uniform to school. We carry books, notebooks, pencils, erasers, and crayons in our school bag. We also carry a lunch box. It is about Sudha, and she says, what are the things she carries when she go to school? Okay. സുധയാണ് പറയുന്നത്. എന്ത്? ഹലോ, ഐ ആം സുധ. ഹലോ, ഞാൻ സുധയാണ്. ഐ സ്റ്റഡി ഇൻ ന്യൂ പബ്ലിക് സ്കൂൾ. ഐ ആം സ്റ്റഡിങ് ഇൻ ന്യൂ പബ്ലിക് സ്കൂൾ. ഇൻ വിച്ച് സ്കൂൾ സുധ studying? Sudha studying in new public school. In which school you study? In which school? What's the name of your school? Your school is True Light English School. And you are studying in True Light English School. Okay, just like that. Sudha says that, hello, I am Sudha. I am studying in new public school. And I have many friends in my school. Okay, എനിക്ക് എന്റെ സ്കൂളിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് അല്ലെ? നിങ്ങൾക്കും ഉണ്ട് അല്ലെ? നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലെ നിങ്ങൾക്ക്? അതുപോലെ സുധ പറയാണ്, hello, I am Sudha. I study in new public school. I have many friends in school. All of us wear uniform to school. When we go to school, we wear a uniform. We know that, അല്ലേ? നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എന്താണ്? യൂണിഫോം ആണ് ഇടാറ് അല്ലേ? നമ്മൾ സ്കൂളിൽ വരുമ്പോൾ യൂണിഫോം ധരിക്കാറുണ്ട്. Just like that, Sudha says that, I am Sudha. I have many friends in my school, and all of us wear uniform when we go to school. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ആണ് ധരിക്കാറ്. We carry books, notebooks, pencils, erasers,
crayons in our school bag. സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ ബാഗിൽ എന്തൊക്കെയാ ഉണ്ടാവുക? ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പെൻസില്, ഇറേസർ, crayons ഇതൊക്കെയാണ് കൊണ്ടുപോവുക അല്ലേ? And we also carry a lunch box. It is very important. അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? സ്കൂളിൽ വരുമ്പോ ലഞ്ച് ബോക്സും കൊണ്ടുവരണം അല്ലെ? ഇല്ലെങ്കിൽ നമുക്ക് വിശക്കും അല്ലെ? അതിന്റെ അകത്ത് എന്തുണ്ടാവണം? ലഞ്ച് കൊണ്ടുവരണം അല്ലെ? ലഞ്ച് കൊണ്ടുവന്നില്ലെങ്കിൽ എന്താണ്? നമുക്ക് നന്നായിട്ട് വിശക്കില്ലേ? അപ്പൊ മറക്കാതെ എന്ത് ചെയ്യാ? ഇനിയിപ്പോ സ്കൂളൊക്കെ ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ടല്ലേ? നിങ്ങൾ ഹാപ്പി ആണോ സ്കൂൾ ഓപ്പൺ ആകുന്നു എന്ന ന്യൂസ് കേട്ടപ്പോ? നിങ്ങൾക്ക് സന്തോഷമുണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കാണാലോ അല്ലേ? എന്താകുമെന്ന് അറിയില്ല. സ്കൂൾ ഓപ്പൺ ആകുന്നു എന്നുള്ളത് കൺഫേംഡ് ആണ്. പക്ഷെ എങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുക, എങ്ങനെയാണ്, ബുദ്ധിമുട്ടാവോ എന്നൊന്നും ഉള്ളത് അറിയില്ല. പക്ഷെ എന്താണ്, സ്കൂൾ ഓപ്പൺ ആകും എന്തായാലും, സാധ്യതയാണുള്ളത്. ഇതുവരെ അതിന് ഒബ്ജെക്ഷൻസ് ഒന്നും ഇല്ല. സ്കൂൾ ഓപ്പൺ ആകും എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നലെ കൺഫേം ചെയ്തിട്ടുണ്ട് സ്കൂള് നവംബർ 1 ഓപ്പൺ ആകുന്നു. അപ്പൊ നമ്മളപ്പോ സ്കൂളിലേക്ക് വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരും? നമ്മുടെ സ്കൂൾ ബാഗിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാകും? ബുക്ക്, നോട്ട്ബുക്സ്, പെൻസില്, ഇറേസർ, ക്രയോൺസ്, ലഞ്ച് ബോക്സ് ഒക്കെ വേണം അല്ലെ? So Sudha says about her school experience, and then Sudha says about her school. In my school, it's about in her school. What are the things in her schools? Okay. And what about her school? In my school, look there. Our teachers teach us many things in school. We know that teachers teach us many things in school. Teachers ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. We learn to read and write. We learn to read and write. What are the things teachers teach us in your school? Teachers teach us to read and write. Isn't it? Read and write. എഴുതാനും വായിക്കാനും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? പഠിപ്പിക്കുന്നുണ്ട് ടീച്ചേഴ്സ്. ഉണ്ടോ? Yes or no? Yes. Then second point, we learn to draw and paint. We also learn to draw and paint. അല്ലെ? വരയ്ക്കാനും നിറം കൊടുക്കാനും പഠിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ എന്താണ്, നിങ്ങള് പഠിക്കുന്നുണ്ട് അല്ലെ? നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് വരയ്ക്കാനും നിറം കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് അറിയാം. Then we learn good habits and good manners. നല്ല ശീലങ്ങളും നല്ല മര്യാദകളും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ടീച്ചേഴ്സിനെയും നമ്മുടെ മുതിർന്നവരെയും ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരെയൊക്കെ ഒബേ ചെയ്യണം, ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയാറില്ലേ? കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ കുറെ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ? യെസ്, ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വി ലേൺ ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ഗുഡ് മാനേഴ്സ്. നല്ല ശീലങ്ങളും നല്ല മര്യാദകളും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? പാരന്റ്സ് ഒക്കെ പറയുന്നത് അനുസരിക്കാം, ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. We learn to play together and share things with our friends. We learn to play together and share things. It's a good habit. And we play together. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? ഒന്നിച്ച് എന്ത് ചെയ്യണം? കളിക്കുന്നുണ്ട് അല്ലെ? എല്ലാവരും കൂടെ കളിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ എല്ലാവരുടെയും കൂടെ കളിക്കുമ്പോ നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ എല്ലാവരുടെയും തിങ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പഠിക്കുന്നുണ്ട് അല്ലെ? നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് മെന്റാലിറ്റി പഠിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോ നമ്മളൊരു പാർക്കിൽ കളിക്കാണ്, സ്കൂളിലത്തെ പാർക്കിൽ നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് സ്ലൈഡിൽ കളിക്കുമ്പോ, അല്ലെങ്കിൽ സ്വിങ്ങിൽ കളിക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് വെച്ച് കളിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അല്ലെ? നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കും, ഡാ എനിക്ക് അതൊന്ന് തരുമോ, അല്ലെങ്കിൽ എനിക്ക് അത് തരാമോ എന്നൊക്കെ ചോദിക്കും അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ല, ഞാൻ തരില്ല എന്ന് പറയോ? നോ, പറയില്ല അല്ലെ? അങ്ങനെ പറയരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം അല്ലെ? നമ്മുടെ കയ്യിലുള്ളത് അവർക്ക് കൊടുക്കണം, അവരുടെ കയ്യിലുള്ളത് നമ്മളും വാങ്ങിക്കണം. അങ്ങനെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ട് അല്ലെ? ഒന്നിച്ച് കളിക്കുമ്പോ, ഒന്നിച്ച് ഫുഡ് കഴിക്കുമ്പോ അല്ലെ?
ഒന്നിച്ച് ഫുഡ് കഴിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ സ്നാക്സും ഇതൊക്കെ ഷെയർ ചെയ്യാറില്ലേ? നമ്മളിപ്പോ ടീച്ചേഴ്സ് എന്താണ് ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിക്കുമ്പോ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറിയും ഇതൊക്കെ ഷെയർ ചെയ്യും അല്ലെ? അതുപോലെ നിങ്ങൾ സ്കൂളിൽ വന്നു കഴിയുമ്പോഴെന്താണ് ഒക്കെ ഷെയർ ചെയ്യും അല്ലെ? നിങ്ങളുടെ കയ്യിലുള്ള ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്ന ഫ്രണ്ട്സിന് കൊടുക്കും. പിന്നെ നിങ്ങളൊക്കെ ഇനിയിപ്പോ സ്കൂൾ തുറക്കുമ്പോ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ടീച്ചേഴ്സിന് തരണം ഇല്ലേ? അങ്ങനെ ഉണ്ടോ? ഉണ്ട്. എന്താണ് എല്ലാരും വരുമ്പോ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ടീച്ചേഴ്സിന് തരണല്ലേ? അങ്ങനെയാണ് ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ എന്ത് ചെയ്യാ വളരുക അല്ലെ? ഗാത്രി എന്താണ് മോളെ വീഡിയോ ഓഫ് ആണല്ലോ ഗാത്രി? എന്ത് പറ്റി ഗാത്രി? സോ എന്താണ് നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അല്ലെ? ഒന്നിച്ച് കളിക്കും. അങ്ങനെയാണ് നമ്മുടെ ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ വരിക. ഒന്നിച്ച് കളിക്കുമ്പോഴാണ്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കളിച്ചാൽ എന്താണ് നമുക്ക് ആർക്കും ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ അവർക്ക് കൊടുക്കുകയും അവരുടെ കയ്യിലുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യണം അല്ലെ? സോ ഇറ്റ്സ് അബൌട്ട് ദ സ്കൂൾ. ഓക്കെ, സോ ലിസൺ വൺസ് അഗെയിൻ. In first paragraph, we studied about Sudha's school and which are the things she carried when she got to school. She says about the things she carried in her school bag are books, textbook, notebook, pencil, erasers, and crayons and lunch box. Then she wear and all of them wear uniform when they go to school. അല്ലെ? നമ്മളും അങ്ങനെയാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പോകുമ്പോഴെന്താണ് യൂണിഫോം ആണ് ധരിക്കാറ് അല്ലെ? യൂണിഫോം ധരിച്ചിട്ടാണ് നമ്മള് സ്കൂളിൽ പോവാറല്ലേ സമസ്ന? ആണോ? എന്താണ് ഇങ്ങനെ ഇരിക്കണത്? മിസ് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ. സമസ്ന ഭയങ്കര ആലോചനയിൽ ഇരിക്കുന്ന പോലെ മിസ്സിന് തോന്നുന്നത് എന്താണ്? ഓക്കെ. ദെൻ നമ്മള് എന്താണ് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ദെൻ പിന്നെ ലഞ്ച് ബോക്സും കൊണ്ടുപോകണം ബാഗിൽ അല്ലെ? ബുക്കും പെൻസിലും ഇറേസറും ഒക്കെ എടുക്കുന്ന പോലെ ലഞ്ച് ബാഗ് ബോക്സും കൊണ്ടുപോകണം. പിന്നെ എന്ത്? ഇൻ മൈ സ്കൂൾ ടീച്ചേഴ്സ് മെനി തിങ്സ്. വിച്ച് ആർ ദ തിങ്സ് ദ ടീച്ചേഴ്സ്? ദ തിങ്സ് ആർ they teach us how to read and write. We learn how to read and how to write. നമ്മൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നുണ്ട്. Then how to draw and how to color a picture. ഒരു ചിത്രം വരയ്ക്കാനും അതിന് കളർ കൊടുക്കാനും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? പിന്നെന്ത്? പാട്ട് പഠിക്കുന്നുണ്ട്, കഥ പഠിക്കുന്നുണ്ട് ഒക്കെ അല്ലെ? Too many things. Okay. Then we learn to play together. We learn how to play together and share our things. Sharing mentalities are increased when we go to school and play together with our friends. Okay. So ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. എന്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകാറുണ്ട്? സ്കൂൾ ബാഗിൽ ഇനിയിപ്പോ സ്കൂൾ ബാഗ് ഒക്കെ റെഡിയാക്കി വെക്കണ്ടേ? സ്കൂളിൽ വരുമ്പോ എന്തൊക്കെയാ എടുക്കേണ്ടത്? ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക് ഇതൊക്കെ കൊണ്ടുവരണം. ക്രയോൺസ് കൊണ്ടുവരണം അല്ലെ? ഇതൊക്കെ റെഡിയാക്കണം. പിന്നെ സ്കൂളിൽ വന്നിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്, ഹൗ ടു പെയിന്റ് ആൻഡ് ഡ്രോ എ പിക്ചർ, ആൻഡ് ഗുഡ് മാനേഴ്സ് ആൻഡ് ഗുഡ് ഹാബിറ്റ്സ്. വി ഓൾസോ സ്റ്റഡി which are the good manners and good habits, and always follow good habits and good manners in our life. Okay. എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക അല്ലെ? സ്കൂളില് വരുമ്പോഴും നമ്മുടെ വീട്ടിലും ഒക്കെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോളോ ചെയ്യുക. ഗുഡ് ഹാബിറ്റ്സ് നല്ല ശീലങ്ങൾ, ഗുഡ് മാനേഴ്സ് നല്ല മര്യാദകൾ അല്ലെ? നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പാരന്റ്സിനെയും ഗ്രാൻഡ് പാരന്റ്സിനെയും ഒക്കെ ഒബേ ചെയ്യുക, അവർ പറയുന്നതൊക്കെ അനുസരിക്കുക, ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കുക, നന്നായിട്ട് പഠിക്കുക, ഇതൊക്കെയാണ് അല്ലെ നല്ല ശീലങ്ങൾ. Then we learn to play together. എല്ലാവരുടെയും കൂടെ കളിക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. സോ ലിസൺ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണം വരാൻ. കഴിഞ്ഞ പോർഷന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് തരാം. നമ്മുടെ ടൈം കഴിയാണ്, 1 മിനിറ്റേ ഉള്ളൂ. ചിലപ്പോൾ ക്ലാസ് കട്ടാവും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അല്ലെ? സോ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നന്നായി ഇത് വായിച്ചിട്ട് വരിക. നമുക്ക് വൈകുന്നേരം എന്താണ് മാത്സിന്റെ ക്ലാസ് ഉണ്ട് അല്ലേ? സോ അപ്പൊ കാണാം. See you in the next class. ഇപ്പൊ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാം. വായിച്ചു നോക്കിയിട്ട് എണീറ്റ് പോയാൽ മതിയേ. ഓക്കെ, ബൈ.